സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച്, അതും ഫുഡ് പ്രോഡക്ട്സ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. കൈക്കാശ് കൊണ്ട് നമുക്ക് വലിയ തോതിൽ ഒരു ബിസിനസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മെഷീനറീസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ചിങ്ങം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പണ്ട് പശുവിനെയൊക്കെ കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ചപ്പാത്തി, അതുപോലെ ചിപ്സ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ പോയി. പിന്നീട് ഇത് ഇടിച്ച് പൊളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാര്യം ഇത് അകത്ത് കയറ്റാനായിട്ട് ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം എന്നുള്ളത്. അതും ഫുഡ് പ്രോഡക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ 1-2 പ്രോഡക്റ്റുകളെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. അതിനകത്ത് ചപ്പാത്തി, ചിപ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു വന്നിരുന്നത്. വിപണിയിൽ ഇതൊക്കെ ഒരുപാട് അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തും സംസാരിച്ചു. അങ്ങനെ അവരുമായിട്ടൊക്കെ ചേർന്ന് ഞാൻ അവസാനം ഒരു തീരുമാനത്തിലെത്തി. പപ്പടം മേക്കിംഗ് ആയിരുന്നു അത്. അങ്ങനെ കൊട്ടാരക്കരയിലെ വ്യവസായ വകുപ്പിലുള്ള ഒരു സാറുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. സാറൊക്കെ നല്ല രീതിക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു. ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ കയ്യിൽ വേണ്ടുന്നത് പൈസയാണ്. അത് കൈക്കാശ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റത്തില്ല. അതുപോലെ അടുത്ത വേണ്ടുന്നത് എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ഞാൻ എൻ്റെ യൂണിറ്റിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു സംഭവം ഇത്ര ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ലൈസൻസിന് വേണ്ടിയിട്ടുള്ള നമ്പർ ഇട്ടത്, പിന്നീട് ഒരു പ്രോജക്റ്റ് റെഡിയാക്കി എടുക്കുക, പിന്നെ K-SWIFT, അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു കേട്ടോ. 3 വർഷത്തേക്ക് മറ്റുള്ള ലൈസൻസുകളൊന്നും ഇതിനകത്ത് എടുക്കേണ്ട അവസ്ഥ വരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുക്കണം. 3 വർഷത്തേക്കിന് മറ്റൊരു ലൈസൻസുകൾ നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് സംഭവം. അത് ചെയ്തു. അതുപോലെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തു. പിന്നെ ഇവിടെ ടൈലിട്ടു. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു ബിൽഡിങ്ങിനെ, ആ പഴയതായിട്ട് കിടന്ന ആ ഒരു ബിൽഡിങ്ങിനെ ഞാൻ ഇത്രയും മാറ്റിയെടുത്തു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്നും അങ്ങനെ വീഡിയോസ് പോലും ഇടാറില്ല. ഞാൻ ഇതിൻ്റെ പുറകിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ലോണിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് തുടങ്ങി. അങ്ങനെ 1-2 ബാങ്കിലൊക്കെ പോയി അന്വേഷിച്ചു. അവസാനം PMFMEയുടെ സ്കീം പ്രകാരം ബിസിനസ്സുകാർക്ക് ലോൺ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ ലോണിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒക്കെ റെഡിയാക്കി എനിക്കൊരു മേഡം തന്നു. പുനലൂരുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ലോൺ സാങ്ഷൻ ആയി കിട്ടി. ഞാൻ ഇന്നിവിടെ നിൽക്കുന്ന ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇതിന്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം, എനിക്ക് പപ്പടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് ആണ് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു മെഷീൻ എന്താന്ന് വെച്ചാൽ ഇതിനകത്താണ് മാവ് കുഴയ്ക്കുന്നത്, പപ്പടത്തിന്റെ മാവ് കുഴച്ചെടുക്കുന്നത്. ഇത് ഷീറ്റ് ആക്കി എടുക്കുക, അതായത് കുഴച്ച മാവ് ഷീറ്റാക്കി തിൻ ഷീറ്റുകളാക്കി എടുക്കുന്ന മെഷീനാണ് ഇത്. പപ്പടത്തിന്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്ന മെഷീനാണ് ഇത്. ഇവിടെ കാണുന്ന മെഷീനാണ് ഡ്രയർ. അതിനകത്ത് നിന്നാണ് പപ്പടം ഉണക്കി അവസാനത്തെ ആ ഒരു രൂപം കൊണ്ടെത്തിക്കുന്നത് ഈ ഡ്രയറിനകത്താണ്. പപ്പടം ഉണ്ടാക്കുന്ന മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഈ വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് അവസാനത്തെ ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ അത് ചിലപ്പോൾ പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല കേട്ടോ. നമുക്ക് ഡ്രയർ എന്ന് പറയുന്ന ഈ മെഷീൻ ഉള്ളത് കൊണ്ട് കൃത്യ അളവിൽ ഇതിനെ ചൂടാക്കി അതിനനുസരിച്ചാണ് ഇത് ഉണക്കി നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളുടെ പപ്പടം പെട്ടെന്ന് പൂത്തൊന്നും പോകത്തില്ല. അതിനനുസരിച്ചിട്ടുള്ള മെഷീനറീസ് എല്ലാം നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്കും പേപ്പർ വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത് മനീഷേട്ടനാണ്. അപ്പൊ എന്നെക്കാളും കൂടുതൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പറ്റുന്ന മനീഷേട്ടനായിരിക്കും. പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും അത് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടം വരെ എത്തിയിരിക്കുകയാണ് എൻ്റെ ഈ ഒരു വ്യവസായത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് കൂടെ ഉണ്ടാവണം.